Dr. Sandeep, General Medicine, Jashmi Anna Varghese, Gynecology, E.P. Shamsuddin, Shishirav Vivagam, Sumit Datta, Community Medicine, Dr. Mini, Counseling, മറ്റ് ടെക്നിക്കൽ വിഭാഗം സ്റ്റാഫുകൾ, മറ്റ് നേഴ്സന്മാർ എല്ലാവരെയും പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ടതുണ്ട്. അവർക്ക് ഈ കമ്മിറ്റിയുടെ പേരിലും ജമാഅത്തിലെ ഓരോ അംഗങ്ങളുടെ പേരിലും ഇവിടുത്തെ സാധുജനങ്ങളുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജമാഅത്തിന്റെ ട്രഷറായിരുന്ന കെ റഹീം സാഹിബാണ്. അദ്ദേഹത്തിനും കമ്മിറ്റിയുടെ പേരിലും ജമാഅത്ത് അംഗങ്ങളുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഈ സ്വാഗത പ്രസംഗം അവസാനിക്കുകയാണ്. പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതുകൊണ്ട് എല്ലാ പ്രാസംഗികരും സമയനിഷ്ഠ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷ പ്രസംഗമാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കളക്ടർക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മെഡിക്കലിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചു. വേദിയിലുള്ള കുരിപ്പുഴ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ശ്രീ അലിക്കുഞ്ഞ്, ബഹുമാന്യരായ ശ്രീ താജുദ്ദീൻ, ഡോക്ടർ നസീമുദ്ദീൻ, ഡോക്ടർ സലീം അബ്ദുള്ള, ശ്രീ റഹീം, ശ്രീ സുൽഫിക്കർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ്, നാട്ടുകാരെ, കുരിപ്പുഴ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജമാഅത്തിൻ വകയായിട്ടുള്ള മസ്ജിദ് പുതുക്കി പണിയുകയും ആ പുതുക്കി പണിത മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 ദിവസം നടക്കുന്ന പരിപാടികളുടെ തുടക്കമെന്നുള്ള രീതിയിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന് തീരുമാനിക്കുകയും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആണ് ഇവിടെ നടന്നു വരുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ ക്യാമ്പ് ആരംഭിക്കുകയാണ്. എന്റെ തൊണ്ടയ്ക്ക് അസുഖമുണ്ടെന്ന് തോന്നുന്നല്ലേ? ഈ തൊണ്ട പരിശോധിച്ചുകൊണ്ട് നമുക്ക് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് കരുതുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം രോഗികളുണ്ട്. ഈ രോഗികളുള്ളത് കൊണ്ടാണ് ആശുപത്രികൾ ഉണ്ടാകുന്നത്. ആശുപത്രികൾ വിദഗ്ധരായ ഡോക്ടേഴ്സും വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വളരെ ചിലവുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചിലവേറിയ ചികിത്സ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കുന്നതിനും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനത്തിലൂടെ രോഗം ഭേദമാക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഈ രോഗം ഉണ്ടാകുന്ന അവസ്ഥ ഇല്ലാതാക്കുന്നതിന് നമ്മൾ വിചാരിച്ചാൽ കഴിയും. ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പായുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ ആ രോഗം പിടിപെടുന്നതിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ കഴിയും. വരുന്നതിനെ തന്നെ തിരിച്ചെടുക്കുവാൻ കഴിയും. രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ എത്രയും വേഗം നമുക്ക് മുക്തി നേടാനും കഴിയും. അപ്പോൾ അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ജീവിത സാഹചര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത്. ആഹാരമാണ് രോഗം, ആഹാരമാണ് മരുന്ന് എന്ന്. നമ്മുടെ ആഹാര രീതിയാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാന ഹേതു. അപ്പോൾ അതിൽ നിയന്ത്രണം വരുത്തിക്കൊണ്ട് അത് ശരിയായ രൂപത്തിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ നിരവധി രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയും. രോഗം വരുന്ന അവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ധാരാളം ഇറച്ചി കഴിക്കുന്ന ആളുകളുണ്ട്. ധാരാളം കൊഴുപ്പ് ശരീരത്തിനുള്ളിലേക്ക് എടുക്കുകയും എന്നാൽ ആ കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന എനർജി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആ കൊഴുപ്പ് അടിഞ്ഞുകൂടി നിരവധി രോഗങ്ങൾ ആ ശരീരത്തിൽ ഉണ്ടാക്കും. മസാലയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ആവാഹിച്ചെടുക്കുകയും ഒരു തരത്തിലും ഈ കൊഴുപ്പിന്റെ ഒരു അംശം പോലും പുറത്തു പോകാത്ത തരത്തിൽ അത് ആഹരിക്കുകയും ചെയ്യുന്നത് വഴി ധാരാളം അസുഖങ്ങൾ നമുക്ക് പിടിപെടുന്നുണ്ട്. ജീവിതശൈലി കൊണ്ട് ധാരാളം അസുഖങ്ങൾ നമുക്കുണ്ടാകും. വ്യായാമം ഒട്ടുമില്ല, നന്നായി ആഹാരം കഴിക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഇനി വേറൊരു വിഭാഗം ആഹാരമേ കഴിക്കുന്ന